ഒരു കാലത്ത് വളരെയധികം ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ ഇല്ലത്തിൻ്റെ പേര് പട്ടവന ഇല്ലം എന്നാണ്. വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാലത്ത് ആയിരുന്ന ആ സമയത്ത് ഞാനാണ് മിക്കവാറും ദിവസങ്ങളിൽ പൂജയ്ക്ക് കയറുന്നതെന്ന്. അച്ഛനും മുത്തശ്ശന്മാരും ഒക്കെ ഉള്ള കാലം, മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കാലം വന്നു. അപ്പോൾ അച്ഛൻ മിക്കവാറും എവിടെയെങ്കിലും പൂജയ്ക്കായിട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെയാണ് പൂജയ്ക്ക് കയറുന്നത്. അങ്ങനെ കൂടുതലും സമയങ്ങളിൽ ഞാനാണ് പൂജയ്ക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ പൂജയ്ക്ക് കയറുമ്പോൾ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. കാരണം അമ്മയോടുള്ള ഭക്തിയും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറച്ചു നേരം ദേവിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ഇന്നത്തെ കൂട്ട് ധാരാളം ജനങ്ങൾ വരുന്ന കാലമല്ലായിരുന്നു അന്ന്. അങ്ങനെ ഞാനൊരു ദിവസം ദേവിയെ നിവേദ്യം എല്ലാം കഴിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴേ, പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ മടിയിൽ വന്നൊരു താലി വീഴാനിടയായി. അപ്പം ആ താലി ഞാൻ പെട്ടെന്ന് എടുത്തു നോക്കി ഇതെങ്ങനെ വന്ന് വീണാണെന്ന് നോക്കി. അമ്മയുടെ കഴുത്തിൽ വെള്ളിനൂലിൽ ഇങ്ങനെ താലികള് പതക്കങ്ങൾ ഇങ്ങനെ ധാരാളം തൂക്കിയിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് എൻ്റെ മടിയിൽ വീണ്. അപ്പം ഞാൻ നോക്കി അവിടെ ആ കൊളുത്തോ അല്ലെ പുഴയോ അല്ലെ അതിൻ്റെ ഇത് വല്ലതും പൊട്ടിയതാണോ എന്നുള്ളത് നോക്കിയപ്പം അതൊന്നും അതിനില്ല, കമ്പി അഴിഞ്ഞിട്ടുമില്ല. അപ്പൊ ഇതെന്റെ മടിയിൽ എങ്ങനെ വന്ന് വീണു എന്ന് വിചാരിച്ച് ഞാൻ ആ താലി എടുത്ത് എൻ്റെ പൂണൂലയിൽ ഉടക്കി അവിടെ വെച്ചു. ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതാ, ഇതും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അന്നത്തെ കാലമാണ്, ഇനി ഞാൻ മോഷ്ടിച്ചതാണോ അല്ലെ ഞാൻ എടുത്തതാണോ എന്നുള്ള തോന്നലൊക്കെ വരുമ്പോൾ ഭയമാണ്. മാതാപിതാക്കളെ ഭയമുള്ള കാലമായിരുന്നു അന്ന്. ആ താലി എടുത്ത് ഞാൻ പെട്ടെന്ന് അമ്പലത്തിന്റെ കന്നിക്കോണം തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് കൊണ്ടുവന്ന് ഞാൻ താലി കുഴിച്ചങ്ങിട്ടു. എന്നിട്ട് ആ മൂടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ ഓറീസയിൽ ജോലിക്ക് പോയി. അങ്ങനെ പല ചെറിയ ജോലികൾ ചെയ്തു. വലിയ ജോലികളൊന്നും നമുക്ക് കിട്ടിയില്ല. തുച്ഛമായ ശമ്പളത്തിൽ കുറച്ചുനാൾ അവിടെ വനത്തിലുമൊക്കെ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴേ എന്നെ ഒരിക്കൽ ആനയിട്ട് ഓടിച്ചു. ഓറീസ വനത്തിൽ വെച്ച് 2.5 കിലോമീറ്റർ 3 കിലോമീറ്ററോളം ആനയിട്ട് ഓടിച്ച് ഓടേണ്ടതായിട്ട് വന്നു. അങ്ങനെ എടുത്തൊരു കുഴിയിൽ ചാടുകയൊക്കെ ചെയ്തു. ഏതായാലും ആനയുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തിരിച്ച് അന്ന് രാത്രി ആയപ്പോൾ എനിക്ക് ഭയങ്കരമായ പനിയും ഭയവും വെപ്രാളവും കരച്ചിലും, നമുക്ക് കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥ. കാരണം ഈ ആനയിട്ട് ഓടിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് വലുതായിട്ട് ഭയം ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സർപ്പം ഈ ഒരു താലി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അത് കടിച്ചു പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കൂടെ ഈ താലി കാണിക്കും. സ്വപ്നം കാണുക. അപ്പൊ ആ താലി ഇങ്ങനെ കാണിക്കുമ്പോഴേ, ഇതെന്താണ് ഇങ്ങനെ താലി കാണിക്കുന്നത് ഞാൻ ചിന്തിക്കുമ്പോഴേ പിന്നെയും കിടക്കുക ഇത് ഇങ്ങനെ കാണുന്ന ദുസ്വപ്നമാകും. പിന്നാണ് ഞാൻ ഓർത്തായിട്ടൊരു താലി കുഴിച്ചിട്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മ മനസ്സിൽ വരികയും അപ്പോൾ തൊട്ട് എനിക്കിനി ജോലി വേണ്ട, നാട്ടിൽ പോകണം എന്നൊരു തോന്നൽ വരികയും ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഓറീസയിലെ ജോലി ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിൽ വരികയുണ്ടായി. നാട്ടിൽ വന്ന് ആ താലി കുഴിച്ചിട്ടിടം ഞാൻ ചെന്നു മാന്തിയപ്പം അതിൻ്റെ ഈ മണ്ണൊരല്പം മാറ്റിയപ്പോൾ അതേ വളഞ്ഞ് ഒരു പാമ്പിരിപ്പുണ്ട്. അപ്പം ഞാൻ ആ മണ്ണിട്ട് പെട്ടെന്ന് അങ്ങ് മൂടി വെച്ചാൽ നമ്മൾ ഭയന്ന് പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഇതെനിക്കുള്ള താലിയാണെങ്കിൽ ഞാൻ രാവിലെ വരുമ്പോൾ ഇതിൻ്റെ മേലിൽ കിടന്ന് ഞാൻ എടുത്തോളാമെന്ന്. പിറ്റേ ദിവസം ചില എലി മാന്തിയ മേലി കിട്ടിയിട്ടുണ്ട്. അതായത് അവിശ്വസനീയമായ, ആർക്കും വിശ്വസിക്കാൻ പ്രയാസമായുള്ളൊരു സംഭവം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത്. കാരണം ഞാൻ ആ താലി എടുത്തപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകതയാണ്. താലി എടുത്തപ്പം ആ താലി ഞാൻ അകത്ത് കൊണ്ടുപോയി പുണ്യാകത്ത് കഴുകി റെഡിയാക്കി നമുക്കത് കഴുത്തേ ഇടണമെന്നൊരു തോന്നൽ. അപ്പം ഞാനൊരു കറുപ്പിയറിന് മേടിച്ച് ആ താലി കോർത്ത് എൻ്റെ കഴുത്തേലങ്ങ് കെട്ടിയപ്പോൾ നമുക്ക് തന്നെ ഒരു ഷോക്ക് പോലെ, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അവസ്ഥ, നമ്മുടെ ശരീരത്തിനൊരു വല്ലാത്തൊരു ഇത്. അപ്പോൾ തന്നെ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ആവേശം തോന്നുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ഇത് ഈ കഴുത്തെ കെട്ടിക്കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പം ഒരാളൊരു കാര്യം ചോദിക്കുകയും അവരുടെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങ് സാധിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഞാൻ ഈ വെറ്റില ജ്യോതിഷം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുക, പിന്നെ വെറ്റില ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ കുറച്ച് പഠിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനും ഇടയായി.
അങ്ങനെ വെറ്റില ജ്യോതിഷത്തിലോട്ട് ഞാൻ മാറുകയാണ്. അതിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിനും ഈ നാടിനും ഒക്കെ വളരെ പ്രത്യേകത ഉണ്ടായി. അന്ന് വളരെ ഇരുണ്ട് കടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഇന്ന് ഈ സ്ഥലം ആ വെറ്റില ജ്യോതിഷത്തിന്റെ മഹത്വവും നിരവധി ആൾക്കാരെ എനിക്ക് വെറ്റില ജ്യോതിഷത്തിലൂടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രധാന ലക്ഷ്യം മദ്യപാനത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക, കുടുംബകലഹവും കുടുംബഛിദ്രവും അതിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കുക, മാതാപിതാക്കളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഭാര്യയും കുട്ടികളെയും ഒക്കെ ദ്രോഹിക്കുന്ന നിരവധി ആൾക്കാരെ അവരെ എങ്ങനെയും നേരെയാക്കുക, കുടുംബത്തിൽ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെറ്റില ജ്യോതിഷം കൂടുതലായിട്ട് വരികയും കേരളത്തിനകത്തും പുറത്തും നിന്നും കൂടാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് പോലും ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ തലത്തിലൊക്കെ ഒത്തിരി ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വരികയും വെറ്റില നോക്കി അവരുടേതായ കാര്യങ്ങളൊക്കെ അറിയുകയും അവരൊക്കെ വളരെ ഉയരത്തിലെത്തുകയും വളരെ സ്ഥാനമാനങ്ങളും മന്ത്രിപദങ്ങളിലും ഒക്കെ എത്തിയ ധാരാളം നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെ ഈ വെറ്റില ജ്യോതിഷം കേരളത്തിനകത്തും പുറത്തും എല്ലാം സ്വമേധ നാം പ്രത്യേകിച്ച് പരസ്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇതറിയപ്പെടുകയാണ്. അതിലൂടെയാണ് ഈ മദ്യപാനവും ഈ ആൾക്കാരുടെ തെറ്റായ ജീവിതങ്ങളും ദുർശീലങ്ങളും ഒക്കെ ഒത്തിരി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷമുണ്ട്. അങ്ങനെ വെറ്റില ജ്യോതിഷത്തിലൂടെ വളരെയധികം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുകയുണ്ടായി. അതിലാണ് മദ്യപാന ആസക്തി മൂലം നശിക്കുന്ന നിരവധി ജനങ്ങളെ അവരെയൊക്കെ ഒത്തിരി നന്നാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രത്യേകതകൾ നമുക്കുണ്ടാകുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ മരുന്നുവെള്ള വിതരണം എന്ന് പറയും. 10-25 കൂട്ടം ആയുർവേദ മൂല്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഔഷധജലമാണ്. പഴയ കാലത്ത് ആദിവാസികൾ വനത്തിനുള്ളിൽ മരുന്ന് ഉണ്ടാക്കിയ ആ ഒരു ഓർമ്മയെ നിലനിർത്തിയാണ് ഇന്ന് ഇതുപോലുള്ള മരുന്നുവെള്ളം ഉണ്ടാക്കി സൗജന്യമായിട്ട് ഭക്തജനങ്ങൾക്ക് വരുന്നത്തോ ആയിരക്കണക്കിന് ആൾക്കാർ മരുന്നുവെള്ളം മേടിക്കാൻ ഇവിടെ എത്തും. യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും അതുപോലെ മനഃശാന്തിക്കും എല്ലാ രോഗങ്ങൾക്കും പറ്റിയൊരു ഔഷധജലമാണ്. ധാരാളം ജനങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് മരുന്നുവെള്ളം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു പതിവുണ്ട്. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്തു വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കീഴിലെ പാവങ്ങളെ സംരക്ഷിക്കുക, പൂജയോടൊപ്പം തന്നെ പുണ്യകരമായ കാര്യങ്ങളാണ് സാധുജനങ്ങളെ സേവിക്കുക. നിരാലംബരും നിരാശ്രയരുമായ നിരവധി ആൾക്കാരെ നമ്മുടെ തലോടലോ ഉണ്ടെങ്കിൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും അവർക്ക് സമാധാനം കൊടുക്കുവാൻ വേണ്ടി അവർ അനാഥമന്ദിരം സ്ഥാപിക്കുകയും വൃദ്ധജനങ്ങൾ ഏതാണ്ട് 65 വയസ്സിന് മുകളിലുള്ള വൃദ്ധജനങ്ങളെ അവിടെ താമസിപ്പിച്ച് 50 വൃദ്ധജനങ്ങളോളം ഉണ്ട്. അവരെ താമസിപ്പിച്ച് ആ അനാഥമന്ദിരം നല്ല നിലയിൽ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും നടന്നു വരികയാണ്. അങ്ങനെ ദേവിയുടെ നാമത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് അമ്മയുടെ അനുഗ്രഹമാണ്, മറ്റൊന്നും അല്ല.